ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിനീസ് വേൾഡ്. കുറച്ച് നാളായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ഇടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേ ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വലിയ വീഡിയോസൊന്നും അല്ല കേട്ടോ. ഞാൻ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ്റെ ചേട്ടനെ കാണാനായിട്ട് പോവാം കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ. അപ്പം ഞാനും മമ്മിയും കൂടെ ആയിരുന്നു പോകുന്നത്. ഞങ്ങളൊരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സമയമൊക്കെ 4 മണിയല്ല കേട്ടോ, ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ മഴക്കാർ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പേരപ്പനെ കാണാനായിട്ടൊന്ന് പോകുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തെങ്കിൽ ഞാൻ പോകുന്ന വഴിയും പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് കേട്ടോ. പോകുന്ന വഴിക്കത്തെ ഒരു കൊച്ചു ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടേക്ക് ഓരോരുത്തർ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമ്മുടെ കണ്ടത്തിലായിരുന്നു ഇഷ്ടം പോലെ മീനായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടത്തിലൊന്നും അങ്ങനെ മീനൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും തോട്ടിലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിയായി കാണുന്നത്. അപ്പം നമ്മളിത് ഇപ്പം ഇവിടെ നിന്നോട്ട് അങ്ങോട്ട് നോക്കിയത് റോഡാണ്, ബസ്സൊക്കെ പോകുന്നതാണ്. അപ്പം നമ്മൾ ഈ റോഡ് സൈഡ് നമുക്ക് പള്ളിക്കുട്ടുമേ പോകാൻ എളുപ്പം. ഈ ആറ്റിറമ്മ നേരെ നടന്ന് നമ്മൾ നേരെ പള്ളിക്കുട്ടുമയിലേക്ക് എത്തും. ആ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരത്തിയുടെ പപ്പയാട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പപ്പയാണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ പടവലമൊക്കെ കൃഷി ചെയ്തിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ വെള്ളം കയറി. ഇപ്പം ഭയങ്കര വെള്ളം, നല്ല ഏറ്റമല്ലേ, ഭയങ്കര ഏറ്റവും. പക്ഷെ നമുക്ക് കുട്ടനാട്ടിൽ പക്ഷെ മഴയില്ല കേട്ടോ. പക്ഷെ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നന്നായിട്ട് നമുക്കുണ്ട്. അപ്പം ഭയങ്കര കലക്കവെള്ളവും ഒക്കെ ആയിരുന്നു. പോകുന്ന വഴിക്ക് കോളാമ്പിച്ചെടിയുണ്ട് കേട്ടോ, നിറയെ പൂത്ത് നിൽക്കുന്നു. നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതെൻ്റെ കൂട്ടുകാരത്തിയുടെ വീടാണ് കേട്ടോ. അവളിപ്പോൾ ഇവിടെ ഇല്ല, കല്യാണം കഴിച്ച തൃശ്ശൂരാണ്, അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നത്തെ ഞങ്ങളങ്ങ് പോവാണ്, ഞാനും മമ്മിയായിട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ നല്ല രസം. നമ്മൾ പോകുന്ന വഴി നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ നമുക്ക് പോകാനായിട്ട് ഒരു മടിയല്ലേ. പക്ഷേ ഈ വൈകുന്നേര സമയം നമുക്ക് പോകാനായിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ല രസമാണ് പോകുന്ന വഴിക്കൊക്കെ. നല്ല പച്ചപ്പ് നിറയും. പിന്നെ തോടും, നമ്മൾ ഈ തോട് അങ്ങോട്ട് നീങ്ങി അങ്ങ് കുറേ അങ്ങ് ചെല്ലുമ്പോൾ വലിയ ആറാണ് കേട്ടോ. ആർട്ട് സൈഡിലാണ് പേരപ്പൻ്റെ വീട്. അപ്പോൾ പേരപ്പന് പ്രായമൊക്കെ ആയിട്ടിരിക്കുകയാണ്. പേരപ്പന് നവംബർ 30 95 വയസ്സാകും കേട്ടോ. അപ്പം ഞങ്ങളതേ പോകട്ടെ. നമ്മൾ ഈ വള്ളമൊക്കെ കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ കുട്ടനാട്ടുകാരല്ലാത്തവർക്ക് കാണുമ്പോൾ വലിയൊരു കൗതുകം കേട്ടോ. പക്ഷെ കുട്ടനാട്ടുകാർക്ക് കാണുമ്പോൾ ഇതൊക്കെ എന്താ കാഴ്ച എന്നൊക്കെ തോന്നായിരിക്കും. അങ്ങനത്തെ നമ്മൾ നടന്ന് നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലെത്തി. ഇതാണ് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡാണ്. അപ്പോഴത്തേക്കും നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറയിലോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തി. ആ കാണുന്ന അങ്ങോട്ടുള്ളത് ചങ്ങനാശ്ശേരിയും അങ്ങോട്ട് കാണുന്ന ആലപ്പുഴ റൂട്ട് കേട്ടോ. അപ്പം നമ്മളതേ അപ്പുറയിലോട്ട് ഇനിയും ക്രോസ് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഞാൻ നിങ്ങളെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അത് ചങ്ങനാശ്ശേരി റൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അത് ആലപ്പുഴയാണ്. ഒന്ന് കാണിക്കാനായിട്ട് അങ്ങനെ കൈ ചൂണ്ടിയത് കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തത് ഇപ്പുറയിലേക്ക് ഇറങ്ങി. അപ്പം മമ്മി എന്നോട് കൂടെ പറയുന്നുണ്ട്, നോക്കി വരണം, വണ്ടിയൊക്കെ വരുന്നതാണ്, വീഡിയോ എടുത്തിട്ട് വണ്ടിയുടെ മുന്നിൽ പോയി ചാടല്ലെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ മേളിലേക്ക് കയറി. ഈ പാലം കയറി അക്കരെ ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന വീടാണ് പേരപ്പൻ്റെ വീട്. അപ്പം നമ്മുടെ പാലം കയറും കേട്ടോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടുണ്ടല്ലോ, ഈ പാലത്തിലൊക്കെ ഇങ്ങനെ മഞ്ഞ ഫ്ലാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കാറ്റിൽ ആട്ടി ഉലയുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ പാലത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ആ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട്. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ കുഴപ്പം കൊണ്ടും പിന്നെ നമുക്ക് എത്രയെന്ന് വെച്ചാൽ ക്യാമറയിൽ പ്രകൃതി ഭംഗി എടുക്കാൻ പറ്റുന്നതല്ലേ, അതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് അത്ര ഭംഗിയായിട്ട്, എന്നാലും എന്നെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചൊന്നെടുത്ത അടുത്തടുത്ത വീടുകൾ. മമ്മി എന്നോട് കൂടെ പറയുന്നുണ്ട് ആറ്റിപ്പോവല്ലെന്ന്. പതയ്ക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ല കേട്ടോ. കുട്ടനാട്ടുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നത്തെ ഈ വീടിൻ്റെ പുറകെ കാണുന്നത് കണ്ടവ കേട്ടോ. ഇപ്പം ഇതിങ്ങനെ വലിയൊരു മെയിൻ, അതിൻ്റെ ഫ്രണ്ടിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ്. അപ്പോഴത്തെ ഇവിടെ എല്ലാം ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് അടുത്തടുത്ത് എല്ലാവരും വീടുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൗൺ ഏരിയയെ പോലൊന്നുമല്ല. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ സമയങ്ങളിൽ എല്ലാവരും ഇറങ്ങിയൊക്കെ ആറ്റ് സൈഡിലൊക്കെയാണ്, ആറ്റ് സൈഡ് റോഡ് സൈഡ് ഒക്കെ നിന്ന് വർത്താനം പറയാം. അതൊക്കെ പണ്ടത്തെ ഒരു രീതി. എനിക്ക് ആ കോഴീനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് ആ കോഴിയെ തന്നെ സൂം ചെയ്ത്, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനത്തെ പേരപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പേരപ്പനെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടനാട്ടിൽ ജീവിച്ചാലുള്ളൊരു പ്രത്യേകത. അടുത്തടുത്തൊക്കെ വീടുകളുണ്ട്. നമുക്ക് പണ്ടത്തെ ആ ഒരു ഓർമ്മയൊക്കെ ഇവിടെ വന്നപ്പോൾ വന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തടുത്തും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ പേരപ്പനെ കാണാൻ കയറി. അപ്പോൾ പേരപ്പൻ ഓൾറെഡി വാതിൽക്ക് സിറ്റൗട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലാൻ നേരത്ത് വേറൊരു അപ്പുറത്തെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ അവർ പോയി. പേരപ്പനകത്ത് കയറി. പേരപ്പം കുറേ പഴയ കാല കാര്യങ്ങളും പിന്നെ പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മമ്മിയോട് പറയുമായിരുന്നു. അപ്പം പേരപ്പൻ കുറേ നേരം നമ്മളോട് പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ ഫോട്ടോസൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ പേരപ്പൻ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തന്നു. പണ്ടത്തെ പാട്ടുകളും ഒക്കെ പാടിത്തന്നു. അത് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഞാൻ കുറേ നേരം പേരപ്പൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് പിന്നെ വെളിയിലോട്ട് ഇറങ്ങി. മമ്മി കേട്ടോണ്ടിരുന്നു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനി വെളിയിലോട്ട് ഇറങ്ങി. എനിക്കത്ര മനസ്സിലാകുന്നില്ലല്ലോ. ഇവർ പണ്ടത്തെ ആൾക്കാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്കത്ര മനസ്സിലാവുന്നില്ല. പക്ഷെ മമ്മിക്ക് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മമ്മിത്തെ പണ്ടത്തെ ആ പേരപ്പൻ്റെയൊക്കെ ആ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നെ കാണിച്ചെന്ന് പറഞ്ഞൊക്കെ തരുമായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറേ നേരം എന്ന് വെച്ചാൽ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനായിട്ടൊക്കെ റെഡിയായി. എന്നാൽ പിന്നെ പോകാൻ ഓർത്ത് ഒരു 6:30 സമയമൊക്കെ ആയി കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാതളനാര കേട്ടോ. മാതളനാരങ്ങയായിരുന്നു. അപ്പോൾ നല്ല അതിൻ്റെ കുരുവിട്ട് കിടത്താന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ചെറിയ നാരങ്ങയില്ലേ, ആ നാരങ്ങയായിരുന്നു. അതിൻ്റെ ലീഫിന് നല്ല മണമല്ലോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പൂവാണ് നമ്മുടെ മുല്ലപ്പൂ. അവിടുത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ട അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. 2 പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലോടെ ഞാൻ പൂ പറിച്ചു കേട്ടോ. എനിക്ക് സങ്കടം ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്ന പറിക്കുന്നവർക്ക് സങ്കടമാവുമല്ലോ എന്നൊക്കെ ഓർത്തൊരു സങ്കടമാണ്. എന്നാലും ഞാൻ പറിച്ച് തലയിൽ വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോഴത്തെ പേരപ്പനോട് പോവാന്നൊക്കെ പറഞ്ഞു. കുറച്ച് മുല്ലപ്പൂ 2-3 കമ്പ് ഞാൻ ആൻറ്റി എനിക്ക് പറിച്ച് തന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ആൻറ്റി എന്തായാലും പറിച്ച് തന്നു. നമുക്ക് ഈ വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് നമുക്ക് ഒരു സങ്കടം വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോഴത്തേക്കും എന്നാലും ഞാൻ മേടിച്ചു കേട്ടോ. മാതളത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കായ്ക്കാനായിട്ട് അങ്ങനെയൊക്കെ അത് നോക്കി പേരപ്പന് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയിട്ട് അടുത്തല്ലേ നമുക്ക് വരാമല്ലോ സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേരപ്പനും ആൻറ്റിക്കും പിള്ളേർക്കും ഒക്കെ ടാറ്റ കൊടുത്തിട്ട് നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം വീട്ടിൽ പോയേക്കാന്ന് ഓർത്ത് വർത്താനം പറഞ്ഞ് നിന്ന് പിന്നെയും കണ്ടിന്യൂസ് അങ്ങ് വർത്താനം പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടറിയാം നല്ല മഴക്കാറായിരുന്നു. മേഘമൊക്കെ കറുത്തിട്ടുണ്ട് പുകഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ വെച്ച് താമസിക്കേണ്ട അങ്ങ് നടന്നേക്കാം, നമുക്ക് നടന്നു പോകേണ്ടതാണ് ഒക്കെ രാത്രി ആയി കഴിഞ്ഞാൽ പാടല്ലേ അതിൽ കൂടെയൊക്കെ നടന്നു പോകാനായിട്ട് എന്നൊക്കെ ഓർത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങ് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. എൻ്റെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കേട്ടോ.